നുണ പറഞ്ഞിട്ട് അത് പിടിക്കപ്പെടുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും, പതറും. പക്ഷെ ഇങ്ങനെ പേടിച്ചു വിറച്ചാൽ എന്താ ചെയ്യുക? ഒന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ ഇരിക്കേ. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു പ്രതിപക്ഷ നേതാവല്ലേ. ഫേസ്ബുക്ക് പേജിനെ പേടിക്കുക എന്നൊക്കെ വെച്ചാൽ അയ്യേ, ഇത്രയ്ക്ക് ഭയം ഉണ്ടെങ്കിൽ നുണ പ്രചരിപ്പിക്കാതിരുന്നാ പോരെ? അത് പറ്റൂല, പ്രതിപക്ഷ നേതാവായി പോയില്ലേ. അപ്പോൾ നുണ പറയാതെ മുൻപോട്ട് പോവുക കഷ്ടം തന്നെ. നുണേശന്റെ നുണകൾ എന്ന ഫേസ്ബുക്ക് പേജ് 2ാം വട്ടവും നിങ്ങൾ നിങ്ങളുടെ കനകോലു ടീമിനെ കൊണ്ട് പൂട്ടിച്ചു എന്നാണ് കേൾക്കുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വെറുതെ ഒരാൾ വന്ന് ദേ ലവൻ നുണ പറയുന്നു എന്ന് പറഞ്ഞാൽ ദേ അനാവശ്യം പറയരുത്, ഇല്ലാത്ത വിളിച്ചു പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും എന്ന് പറയാത്തവർ ചുരുക്കമായിരിക്കും. ഈ പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ അടുത്തു നിന്നും വരാത്തത് എന്തുകൊണ്ടാണ്? അക്കൗണ്ട് പൂട്ടിക്കുന്നതല്ലാതെ ഞാൻ നുണ പറയില്ല, തെളിവ് നിരത്തി വിശദീകരിക്കാം എന്നൊരു വാക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് അക്കൗണ്ട് പൂട്ടിക്കുമ്പോൾ ഞാൻ നുണ പറയുന്നത് തുടരും എന്ന പ്രഖ്യാപനം അല്ലേ നടത്തുന്നത്? വസ്തുത വിളിച്ചു പറയുന്ന പേജുകൾ പൂട്ടിക്കാനുള്ള ഈ വ്യഗ്രത വ്യാജ പ്രചരണം മാത്രം കൈമുതലാക്കിയ BJP കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പൂട്ടിക്കുന്നതിൽ കാണുന്നില്ലല്ലോ. ഇതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ആയല്ലോ. നുണ പറഞ്ഞാൽ ആഹാ, വസ്തുത പറഞ്ഞാൽ ഓഹോ. സോഷ്യൽ മീഡിയ പേജിനെ പേടിക്കുന്നത് പോട്ടേന്ന് വെക്കാം. വാട്സപ്പ് സന്ദേശം അയക്കുന്നത് ഡാറ്റ ചോർച്ചയാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോയ പ്രതിപക്ഷത്തിന് കിട്ടിയത് മികച്ച സർക്കാരാണെന്ന മറുപടിയാണ്. അവിടെയും തീരുന്നില്ല. സർക്കാരിന്റെ സന്ദേശത്തിനെതിരെ വാട്സപ്പിന് റിപ്പോർട്ട് ചെയ്യാനുള്ള ക്യാമ്പയിൻ UDF അനുകൂലികളും മാധ്യമങ്ങളും തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും PRD നൽകിയ സർക്കാർ പരസ്യത്തിനെതിരെ പ്രതിപക്ഷം കോടതിയിൽ പോകുന്നത്. അവിടെയും കോടതിയിൽ നിന്ന് ബേഷായി കിട്ടിയിരിക്കുന്നു. പരിഗണനയ്ക്ക് പോലും എടുത്തില്ല. സർക്കാർ പരസ്യത്തിനെതിരെ കോടതിയിൽ പോയ പ്രതിപക്ഷമേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന്റെ പരസ്യം കേരളത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ചിലർ കൊടുത്തതായി കണ്ടു. അന്നേരം ഈ കേസും നിയമ നടപടിയും ഓട്ടവും ചാട്ടവും ഒന്നും കണ്ടില്ലല്ലോ. തെലങ്കാനയിലെ പ്രവർത്തനങ്ങൾ തെലങ്കാനയിൽ കാണിച്ചാൽ പോരെ? കേരളത്തിൽ കൊണ്ടുവന്ന് മലയാളികളോട് അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഒരു വശം. അടുത്തത് കോൺഗ്രസിന്റെ തന്നെ മുഖപത്രമായ വീക്ഷണത്തിന്റെ ക്ഷീണമാണ്. തെലങ്കാന കോൺഗ്രസിന്റെ പരസ്യം കൊടുത്തതുകൊണ്ട് ചില മാധ്യമങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന് സ്തുതി പാടുന്നു. വീക്ഷണത്തിന് പണവും ഇല്ല, പരസ്യവും ഇല്ല, സ്തുതിഗീതവും ഇല്ല, ശാന്തം. തീർന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ, അതായത് മോദിയുടെ മുഖം നിറച്ച് പത്രങ്ങളിൽ BJP പരസ്യം നിറയുന്നത് പ്രതിപക്ഷത്തിന്റെ കണ്ണിൽ പെടുന്നില്ലേ? കണ്ണിൽ പെടാതെ ഒന്നുമല്ല, കണ്ണ് മനഃപൂർവ്വം അടയ്ക്കുന്നതാണ്. ഫണ്ടിങ്. അതില്ലാതെ കോൺഗ്രസ് ഉണ്ടോ?